ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ തിരുവചന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ദൈവതിരുമുഖത്തേക്ക് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് കർത്താവ് നിശ്ചയമായി മറുപടി നൽകി നിങ്ങളുടെ നിലവിളികൾക്ക് മറുപടി നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് തിരുവചനത്തിൻ്റെ നമ്മെ ഓർപ്പിക്കുമ്പോൾ 145 സങ്കീർത്തനത്തിൻ്റെ 19 തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ആഗ്രഹത്തെ കർത്താവ് നിറവേറ്റി തരുമെന്ന ഉറപ്പ് നൽകുകയാണ്. അതുമാത്രമല്ല, തൻ്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ടവരെ വിടുവയ്ക്കുന്ന ദൈവപ്രവൃത്തിയും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഭക്തനായ അപ്പോസ്തലനായ പൗലോസിൻ്റെ ആഗ്രഹം റോമിലും കർത്താവിൻ്റെ സാക്ഷിയാകണമെന്നായിരുന്നെങ്കിൽ, പൗലോസിനെ പിടിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ കൊല്ലുവാൻ വേണ്ടി പതിയിരിക്കുന്ന ഉപവസിക്കുന്ന യഹൂദന്മാരുടെ നടുവിൽ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തുകയാണ്, പൗലോസേ, യെരുശലേമിൽ നീ എന്നെ സാക്ഷിച്ചതുപോലെ നീ റോമിൽ നിൽക്കുമെന്ന് വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ ധൈര്യപ്പെടുത്തിയപ്പോൾ, വാസ്തവമായി പൗലോസിനെ റോമിൽ കൊണ്ട് നിർത്തി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിർത്തുവാൻ ഇടയാക്കിയെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം കർത്താവ് സാധിപ്പിക്കും. നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട, ഉറപ്പുള്ളവരായിരിക്കുക. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് കർത്താവ് നിശ്ചയമായി മറുപടി തന്ന് നിങ്ങളുടെ മുഖത്തെ ആദരിക്കുമെന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടന്ന് നിലവിളിച്ച ജനത്തിൻ്റെ കണ്ണുനീർ കണ്ട് അവിടെ നിലവിളി കേട്ട കർത്താവ് അവരെ പുറപ്പെടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോയെങ്കിൽ, ഭക്തനായ ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവയ്ക്ക് ഒരാലയം പണിയണമെന്നുള്ളതാണെങ്കിൽ, തൻ്റെ തലമുറയിൽ കൂടെ തന്നെ അത് പണിയിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ ഇടയാക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ കരമിടപെട്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നിരാശപ്പെടേണ്ട. യഹോവ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ദൈവം പ്രാർത്ഥന കേട്ട് തൻ്റെ ഭക്തന്മാരെ ആദരിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ ഉറക്കെ പറയുവാൻ, ഉത്തമ സാക്ഷികളായി മാറുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.